കളി എന്നുള്ള സിനിമ പോസ്റ്റ് റിലീസ് അതിന്റെ TV പതിപ്പുകളൊക്കെ അമൃതയിൽ വന്ന സമയത്തും അതുപോലെ എൻ്റെ യൂട്യൂബ് കട്ട് വേർഷൻസ് ഒക്കെ വന്ന സമയത്ത് കുറേ കൂടിയൊക്കെ അപ്രീസിയേഷൻ വരികയും ഇത് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൊമോ വളരെ രസമായിരുന്നു. ആ സമയത്തെ വൈറലായിട്ടുള്ള കണ്ടന്റ് ഒക്കെ വെച്ച് നിങ്ങൾ ചെയ്തിട്ട് വരികയും കളി ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എൻ്റെ അറിവ് 1000 ബേബീസ് ചെയ്യുന്നത്. ആ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു? അതിന് എന്താ പോസിറ്റീവായിട്ട് സിറാജിന് കിട്ടിയ ഒരു കാര്യം? ഒരു പ്രൊഫഷണൽ രീതിയിൽ ഒരു സിനിമ ഞാൻ ആദ്യമായി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഒരു ക്യാരക്ടർ തരാം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത് കളിയാണ്. പ്രൊഡക്ഷൻ ഹൗസ് വഴിയൊക്കെ. അതെ, അതിനു മുന്നേ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവസരങ്ങളൊക്കെ ചോദിച്ച് വല്ല സിനിമകളിലൊക്കെ കയറി ചെറിയ തലയൊക്കെ കാണിച്ച് നിൽക്കായിരുന്നു. ആ പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ടീം ഒന്ന് വിളിക്കണു. അപ്പൊ ക്യാരക്ടറിന് എനിക്ക് എന്നെ നജീമിക്ക് വിളിക്കുമ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ വണ്ണം കുറയ്ക്കണം, 2 മാസം ഉണ്ട്. അങ്ങനെ ഞാൻ അതിനുവേണ്ടി കളരിക്ക് പോണു, സൈക്കിൾ ചവിട്ടുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ക്യാരക്ടർ ആകാൻ വേണ്ടി ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് സിനിമയിലോട്ട് എത്തുന്നതും. പിന്നെ ആ ഒരു സർക്കിളും ആ സുഹൃത്തുക്കളും തന്നെയാണ് എനിക്ക് ഇപ്പോഴും സിനിമയെന്നുള്ള നല്ല സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കളി പ്രൊഫഷണൽ രീതിയിൽ സിനിമയെ ഞാൻ കുറച്ചും കൂടെ പഠിക്കുകയായിരുന്നു. ഞാൻ കളിയിൽ എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സിനിമ ലൊക്കേഷൻ നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചെയ്യാണല്ലോ. മറ്റതിലൊക്കെ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന് സിനിമ ദൂരെ നിന്ന് കാണുക എന്നല്ലാതെ കുറച്ചും കൂടെ അടുത്ത് നിന്നിട്ട് സിനിമയുടെ പ്രോസസ്സ് പരിപാടികൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടെ പഠിച്ചത് കളിയുന്നതാണ്. ഞാൻ കൂടുതൽ പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. അതെനിക്ക് നോളജ് കിട്ടിയിട്ടുണ്ടോന്നല്ല, ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഞാൻ ശരിക്കും കളിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കുമായിരുന്നു. ലൊക്കേഷൻ ഫുള്ള് എനിക്ക് വർക്ക് ഇല്ലെങ്കിലും ഞാൻ ചെല്ലുമായിരുന്നു. എന്നിട്ട് ചുമ്മാ എന്താ ഞാൻ വെറുതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൊക്കേഷനിൽ വെറുതെ ഇരിക്കാൻ. എനിക്ക് ആ ഓരോരുത്തരുടെ പ്രോസസ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ കൂടുതൽ സമയം കിട്ടിയാൽ ഞാൻ ഫ്രീ ആണെങ്കിൽ ലൊക്കേഷനിൽ പോയി ഒന്നെങ്കിൽ മോണിറ്ററിന്റെ പുറകിൽ പോയിരിക്കും. എന്നിട്ട് ഫുൾ ആ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോണ്ടിരിക്കാൻ. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തെ ഈ അവിടെയും ഒരുപാട് വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവര് ഡയലോഗ് പറയുന്ന ആർട്ടിസ്റ്റുകളെ വളരെ കൊതിയോടുകൂടി നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അത് നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ചിലപ്പോൾ അവരുടെ ഏജ് ഒക്കെ ഇനി ഒരിക്കലും ഒരു നായകനോ നായികയോ ഒന്നും ആവാൻ പറ്റുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് പോയിട്ടുണ്ടാവും. എന്നാലും സ്റ്റിൽ അവരെ കാണുന്നത് ആ ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക്. പിന്നീട് അവിടെ നിന്നാണല്ലോ നായകനാവുന്നത്. അപ്പൊ തിരിച്ച് ആ ഒരു സ്റ്റേജിനെ പറ്റി ആലോചിക്കുമായിരുന്നു. അതാ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, അന്ന് എങ്ങനെയാ നിന്നിരുന്നേ, ഇന്നിപ്പൊ ഇത്തിരിയെങ്കിലും കുറച്ച് പടങ്ങൾ ചെയ്യാൻ പറ്റിയ ഭാഗ്യം കിട്ടിയല്ലോ എന്നാ ചിന്തിക്കുമ്പോ ആ ഒരു പോയിന്റും ഈ പോയിന്റും വല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ആ ഒരു ട്രാവൽ, ആ ജേർണി, ആ ഒരു നമ്മൾ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് ഭയങ്കര രസമുള്ള കാര്യം. നമ്മൾ മുന്നേ ഉള്ള ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഭരതൻ എഫക്ട് എന്ന് പറഞ്ഞൊരു പടം ഫസ്റ്റ് പടം ചെയ്തിട്ടുണ്ട്. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുക. പക്ഷെ അന്ന് ഞാൻ കയറിയിരുന്നത് ഡിഗ്രി പിള്ളേരുടെ കൂടെയാ. കോളേജാണ് അവിടെ ഷൂട്ട് ചെയ്യണത്. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ എന്നെ പിടിച്ച് കോളേജ് പിള്ളേർ, അന്നേ ഞാൻ മറ്റേ കോളേജ് പിള്ളേരുടെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരുന്നു. അപ്പൊ എന്റെ കൂടെ വന്നതാണ് എന്റെ ചേട്ടൻ, ഓൺ ബ്രദർ. പുള്ളിക്ക് ഡയലോഗ് കിട്ടി. പുള്ളിക്ക് ഒരു ആഗ്രഹവും ഇല്ല സിനിമയിൽ അഭിനയിക്കണമെന്ന്. എന്റെ കൂടെ വെറുതെ കൂട്ടുവന്ന. അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് ചോദിക്കാം, നിനക്ക് ഒരു ഡയലോഗ് വന്നാൽ പറയുന്നു. അപ്പൊ എന്നെ തിരിഞ്ഞു നോക്കുക. അപ്പൊ ഞാൻ എന്റെ കൂടെ വന്നിട്ട് അവന് ക്യാരക്ടർ കിട്ടി. അപ്പൊ പുള്ളി എന്നിട്ട് ആ ഡയലോഗ് പറഞ്ഞു. ആ സിനിമ ഞങ്ങള് ഇടയ്ക്കൊക്കെ ഇപ്പോഴും ആ സിനിമ ഇരുന്ന് കാണും. ഇത് ശരിക്കും വിജുമേനോൻ നടന്നുണ്ട്. ഇത് വിജുമേനോൻ ശരിക്കും നടന്നത്. വിജുമേനോൻ ഏട്ടനെ ബൈക്കിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഏട്ടനായിരുന്നു അഭിനയം പോയി. അദ്ദേഹം അയാൾ എങ്ങനെയാന്ന് വെറുതെ ഒറിജിനൽ ബിജുമേനോൻ ചേട്ടന്റെ ചേട്ടനാണ് ഓഡിഷന് പോയത്. കൂടെ പോയതാ. കിട്ടി. ഞാൻ അവസരം ചോദിച്ച അവിടെ കയറി എനിക്ക് കിട്ടിയത് ചേട്ടന് ഡയലോഗ്. ഞാൻ എന്നിട്ട് പുറകെ റിയാക്ഷൻ കൊടുക്കുന്നു. അയ്യോ ഭയങ്കര അതാ പറഞ്ഞ. അപ്പൊ ആ ആദ്യത്തെ സിനിമ ചെയ്തിട്ട് അവിടെ നിന്നാണ് എനിക്കൊരു ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയറിനെ കിട്ടുന്നത്. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. അപ്പൊ ഞാൻ പോയി നമ്പരൊക്കെ കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വീട്ടിൽ ലാൻഡ് ഫോണിലാണ് വിളിക്കണേ. ഞാൻ നല്ല ഉറക്കമാ. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയുടെ പേര് ജയറാം എന്നാ. ഞാൻ ജയറാം വന്നേ സിനിമയെന്നാണ്, സിറാജിനെ ഒരു സിനിമയിലോട്ട് വിളിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം എന്റെ ഉമ്മ വിചാരിച്ചത് നമ്മുടെ ആക്ടർ ജയറാം. അയ്യോ ജയറാം സാറോ, ഞാൻ കൊടുക്ക എന്നിട്ട് എന്നെ വിളിക്കുക. എടാ ജയറാം സാർ വിളിക്കുന്നു, വാ നിന്നെ സിനിമയിൽ എടുത്തെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുക. ഞാൻ ഹലോ ആരാ, ഞാൻ ഇന്നലെ നമ്മള് കണ്ടില്ലേ ജയറാം. ഞാൻ ഓക്കെ ചേട്ടാ, അതാണ് ക്ലാസ്മേറ്റ്സ്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് റെഡിയായി വരുമ്പോഴത്തേക്കും അവര് വണ്ടി വിട്ടു പോയി. എന്നിട്ട് ഞാൻ ഇവിടുന്ന്
KSRTC ബസ്സൊക്കെ എടുത്ത്, എനിക്ക് അറിഞ്ഞൂടാ അന്ന് ക്ലാസ്മേറ്റ്സ് ആണ് ഷൂട്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ബസ്സൊക്കെ എടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കാണല്ലോ, കോട്ടയം പോകണം. അപ്പൊ എന്റെ കൂടെ ചേട്ടനും വന്നു കേട്ടോ അന്ന്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് CMS കോളേജിൽ പോണു. അവിടെ ചെന്നപ്പം ഒരു ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുക ആ സിനിമയിൽ. അന്ന് ആ ഞാൻ ചെല്ലുമ്പോ ആ പാട്ട് ഷൂട്ട് ചെയ്യാം അവിടെ. അവിടെ എല്ലാരും ഉണ്ട്, എല്ലാരും അന്ന് ഞാൻ കണ്ടു. അന്ന് ഭയങ്കര രസമുള്ള ഡേയ്സ് ആയിരുന്നു അതൊക്കെ. ഞാൻ CMS കോളേജ് ഇങ്ങനെ അന്ന് രാജീവ് സാറ്, ഡയറക്ഷൻ, ഭയങ്കര. ഞാൻ ഒരു 10 ദിവസത്തോളം ലൊക്കേഷനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ക്ലാസ് തുടങ്ങി, ഞാൻ തിരിച്ചു സ്കൂളിൽ പോയി. സിനിമയിൽ ഇപ്പൊ കാണാൻ പറ്റുമോ? ഒരു ഷോട്ടിൽ തന്നെ കാണാം, പക്ഷെ ആർക്കും അത് തിരിച്ചറിയില്ല. എനിക്കറിയാം ഞാൻ അവിടെ നിപ്പുണ്ടെന്നുള്ളത്. ക്യാമറ ഇങ്ങനെ പാൻ ചെയ്ത് വരുമ്പോ എനിക്കറിയാം ഞാൻ അവിടെ നിപ്പുണ്ട്, പക്ഷെ അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ ലാത്തി ചാർജ് ആയിരുന്നു കൂടുതലും. ഈ അതിനകത്ത് കിടന്ന് ഓടുക, അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, ആക്ഷൻ പറയുമ്പോ ഓടുക, ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നുണ്ട് എവിടെയൊക്കെയോ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ 1000 Babiesന്റെ പാർട്ട് 2 അത് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്? സിറാജിന് എത്രത്തോളം കാര്യങ്ങൾ അറിയാം? അവര് ഓൾറെഡി അവരുടെ മെറ്റീരിയൽ ഉണ്ട്, അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള പരിപാടി എല്ലാം ഉണ്ട്. ഹോട്ട്സ്റ്റാർ ഓൾറെഡി ഓക്കെ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നജിമിക്ക് ഒരു സിനിമ ചെയ്തിട്ടേ ഹോട്ട്സ്റ്റാർ ഇനി അങ്ങനെ ഒരു വെബ് സീരീസ് കണ്ടിന്യൂ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു സിനിമയുടെ പുറകിലാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അവസരവും ചോദിച്ചു. IM ഗെയിമിലുണ്ടോ നഹാസിന്റെ? ഇല്ല, അങ്ങനത്തെ ഒരു അത്രയും ക്യാരക്ടേഴ്സ് എന്താ അതിലുള്ളൂ. പിന്നെ വിളിക്കുമ്പോ നല്ലത് വിളിക്കുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അവൻ പറയുകയും ചെയ്തു ഇല്ല. വിളിച്ചല്ലേ? ഞാൻ വിളിച്ചു, എന്റെ അടുത്ത് പറഞ്ഞു അത് ചെറിയതൊന്നും ചെയ്യണ്ട, നീ നല്ലത് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു. ഏത് നടന്റെ ഒരു ജീവിത രേഖ അല്ലെങ്കിൽ ഒരു ലൈഫ് ട്രജക്ടറി ഉണ്ടാവുമല്ലോ? ഞാൻ ഫഹദിന്റെ ഒക്കെ മറ്റേ ബർത്ത്ഡേ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്റെ ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത് ഏത് നടനെ അഡ്മയർ ചെയ്ത് ലുക്കപ്പ് ചെയ്യുന്ന നടനാര് അല്ലെങ്കിൽ ഒരു ആക്ടർ ആരാ? പെട്ടെന്ന് നോക്കുമ്പോ എനിക്ക് ഫഹദിന് ഞങ്ങളൊരു നാട്ടുകാരാണ്, ആലപ്പുഴക്കാരാണ്. എനിക്ക് ഫഹദിന്റെ ബ്രദറുമായിട്ട് ഞാൻ നല്ല സുഹൃത്താണ്. ഫർഹാനുമായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ എനിക്ക് ദൂരെ നിന്ന് അറിയാം. എനിക്ക് ആ ഫാമിലിയിൽ എനിക്ക് ആകെ അറിയാവുന്നത് ഫർഹാനെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അറിയാം. പക്ഷെ ആ ഫഹദിന്റെ ഒരു ട്രാവലും തിരിച്ചു വരവും ഇതൊക്കെ പണ്ടോട്ടേ എന്റെ ഫോണില് പണ്ട് ഫഹദിസം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പഴയകാല ഫോട്ടോസും തിരിച്ചു വന്നതിന് ശേഷമുള്ള ഫോട്ടോസും ആ ഒരു ട്രാവല് വന്ന് ഒന്നുമില്ലായ്മന്ന് ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കംബാക്ക് നടത്തി ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത് എനിക്ക് അടുത്തറിയാവുന്ന ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഫഹദിന് ആ ഒരു ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വിധത്തിൽ ഒരു ട്രജക്ടറി, ആ വിധത്തിൽ ഒരു ജീവിതരേഖ സിറാജിനും ഉണ്ടാവും. താങ്ക് യു. നേരത്തെ ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വേഷങ്ങൾ കാണാൻ വരട്ടെ. നമസ്കാരം. താങ്ക് യു.